ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറുതായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് എങ്ങനെ ഒരു സാരി ബ്ലൗസ് നമുക്ക് സ്വന്തമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിൻ്റെ കട്ടിങ് വീഡിയോ ആണിത്. ഞാനും അങ്ങനെ സ്റ്റിച്ചിങ് ഒന്നും പുറത്തുപോയി പഠിച്ചിട്ടില്ല. ഒരു മെഷീനുണ്ട്, അതിൽ ചവിട്ടി തനിയെ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ഇതിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം തന്നെ നമ്മളുടെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പഴയ തുണിയോ ലൈനിങ്ങിന് മുണ്ടോ അങ്ങനെ എന്ത് വേണോ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു മുണ്ടിൻ്റെ പീസാണ് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിനെ നാലായിട്ട് മടക്കി ഇതേപോലെ ഇടാം. എന്നിട്ട് അതിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി വെക്കാം. ലെവലിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊങ്ങിയും താന്നൊക്കെ ഇരിക്കുന്നെങ്കിൽ അതൊക്കെ ഒന്ന് നീറ്റാക്കി ലെവലാക്കി വിട്ടതിന് ശേഷം ഒരു ബ്ലൗസിന് ഞാൻ 15 ഇഞ്ചാണ് നമുക്ക് ഒരു ബ്ലൗസിന് വേണ്ടത്. എൻ്റെ ഒരു മീഡിയം സൈസിന് പറ്റിയ ഒരളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 15 ഇഞ്ചിന് നമുക്കൊരു ഇഞ്ചും കൂടെ കൂടുതലായിട്ട് 16 എടുത്തതിന് ശേഷം നെക്കിന് വീതി നമുക്കൊരു 3, ഷോൾഡറിന് നമുക്കൊരു 3 3.5 കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ലെങ്ത്ത് ഒരു 6 അടയാളപ്പെടുത്തിയിട്ട് താഴത്തെ വീതി വന്നിട്ട് ഒരു 3.5 കൊടുക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലൊരു ചെരിഞ്ഞ ഒരു ലൈനായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം മേളിൽ 3 താഴെ 3.5 എടുക്കുന്നത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ വഴുതി പോകാതിരിക്കാനും താഴെ ഭാഗം ഒന്ന് ഇച്ചിരി കൂടെ വൈഡായിട്ട് കുറച്ചുകൂടെ ഭംഗി വരാനും വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. എന്നിട്ട് നമ്മുടെ ആം ഹോള് മേളിൽ നിന്ന് താഴേക്ക് 7 വരച്ചതിന് ശേഷം സൈഡിലോട്ടൊരു ഡോട്ട് കൊടുത്ത് നമുക്ക് നീളത്തിന് ഇതേ കാണുന്നത് പോലെ ഒരു വര വരയ്ക്കും. നമ്മുടെ കഴുത്ത് ജോയിൻ ചെയ്തൊരു ബോക്സ് വരച്ച് നമ്മളുടെ ആം ഹോൾ എടുത്ത് അവിടെ ഒരു ബോക്സ് വരച്ചതിന് ശേഷം 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് ആ കൂർത്ത ഭാഗത്ത് നിന്ന് മേളിലോട്ട് അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു റൗണ്ട് വര ആ ഒരു ഷേപ്പ് ആം ഹോളിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബോഡിയുടെ ഷേപ്പ് അടയാളപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തിൽ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് മൊത്തത്തിലുള്ള അളവെടുത്തതിന് ശേഷം ആ അളവിനെ 4ആയിട്ട് ഭാഗിച്ചിട്ട് ആ കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ ഒരു 1-1.5 അധികമായിട്ട് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ അളവിനൊരു കുറച്ച് രീതിയിലുള്ള തുണി എടുത്തതുകൊണ്ട് തന്നെ ഷേപ്പ് അടയാളപ്പെടുത്തുന്നില്ല. കാരണം നമുക്കിങ്ങനെ ഡാർട്ടൊക്കെ കൊടുക്കണമല്ലോ ഫ്രണ്ടിൽ, അതുകൊണ്ട് ഞാൻ ഷേപ്പ് അടയാളപ്പെടുത്താതെ അതങ്ങനെ തന്നെ വിടുന്നുണ്ട്. കുറച്ച് കൂടുതൽ തയ്യൽ തുമ്പ് കൂടുതലുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ ടേപ്പ് വെച്ച് അളന്നതിന് ശേഷം അതിനെ 4ആയിട്ട് ഭാഗിച്ചിട്ട് കുറച്ച് തയ്യൽ തുമ്പ് ഒരു 1-1.5 അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് വെട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം വെട്ടി ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഉള്ളിലോട്ടൊരു 1/2 ഇഞ്ച് കയറ്റി വരച്ച് ഷേപ്പ് ഇട്ടതിന് ശേഷം അതും കൂടെ ഒന്ന് വെട്ടി മാറ്റാം. നമുക്ക് കൈക്കുഴിയുടെ അവിടെ വലിയ ചുളിവുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന നെക്ക്. അതുകൊണ്ടാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. യു അല്ല റായു അല്ല ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേളിൽ 3 താഴെ 3.5 ഏറ്റെടുത്തത്. ബാക്ക് സൈഡിൽ ഞാനൊരു സ്ക്വയർ നെക്കാണ് മേളിലും താഴെ 3.5 ഇട്ട് 6 ഇറക്കത്തിൽ ഒരു സ്ക്വയർ നെക്കാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല തുണിയിലോട്ട് വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത തുണി. ഇതൊരു ഷോളാണ്. മീഷോ ട്രെൻഡിങ് ആയ സമയത്ത് അതിൽ വളരെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്നൊരു ഡ്രസ്സിൻ്റെ ഷോളാണ്. ദുപ്പട്ട ആണ് സംഭവം. നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ബ്ലൗസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ വെട്ടിയ പോർഷൻ ഇതേപോലെ അതിലോട്ട് എടുത്ത് വെച്ചിട്ട്, അതായത് നമ്മൾ ആ ഷോളിനെ 4ആയിട്ട് മടക്കിയിട്ട് 4ആയിട്ട് മടക്കിയില്ലെന്നുണ്ടെങ്കിൽ 2ആയിട്ട് മടക്കി ഈക്വലായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ നമ്മുടെ ലൈനിങ് തുണി അതിൻ്റെ മണ്ടയിലെടുത്ത് വെച്ച് പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത് എടുക്കണം. നല്ല തുണിയും ലൈനിങ് തുണിയും തമ്മിൽ പോവാതിരിക്കാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ യൂസ് ചെയ്യണത് വളരെ നല്ലതാണ്. ആ സൈഡിലുള്ള ഡിസ്റ്റർബൻസ് നോക്കണ്ട. കാരണം അവർക്കറിയത്തില്ലല്ലോ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന്. അവൾ കയറി എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം വന്ന തുണിയെല്ലാം വെട്ടിയെടുത്തതിന് ശേഷം നെക്കിൻ്റെ ഭാഗം മാത്രം വെട്ടേണ്ട, അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വെട്ടിയാൽ മതി. അതാണ് കുറച്ചുകൂടി ഈസി വേ. ഇനി നമുക്ക് സ്ലീവ്സിലോട്ട് കിടക്കാം. നമ്മുടെ ഉടലിൻ്റെ ഭാഗത്തിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് ചെയ്യാം. ഞാനൊരു പഫ് സ്ലീവ് ഉദ്ദേശിക്കുന്നതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാൻ ഒരു 7 ആണ് ലെങ്ത്ത് കൊടുക്കുന്നത്. നമ്മളെ കയ്യിൽ ഇറക്കം ഞാനൊരു 7 ആണ് കൊടുക്കുന്നത്. ആ ഒരു 7 അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാൻ ആ മുത്ത് വന്നാൽ നമുക്ക് മിഷനിൽ പണിയാവും. മുത്തിൽ തട്ടാത്ത രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിലും ഒരുപാട് മുത്തുള്ളതുകൊണ്ട് തന്നെ അതിനൊക്കെ ഇളക്കിയെടുത്താണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ഇതാ നമുക്ക് ആ ഒരു 7 ലെങ്ത്ത് മാത്രം മതി. നമുക്ക് വീതി ഒരുപാട് ആവശ്യമുണ്ട്. നമ്മൾ പ്ലീറ്റ് ഇട്ട് ഇങ്ങനെ ചുരുക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്ത്ത് ആവശ്യമുണ്ട്. ഇത്രയും മാത്രം പോലെ ഞാൻ ഇതിന് വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് അതിൽ നിന്ന് ബാക്കി വന്ന തുണിയൊക്കെ ഇങ്ങനെ നീളത്തിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു 7 ലെങ്ത്തിൽ ഇതേപോലൊരു ഷേപ്പ് അങ്ങ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇത് കണ്ടോ, ഞാൻ ഈ വീഡിയോ ചെയ്തതുപോലെ ഒരു സ്ലീവ് എടുത്ത് ഇങ്ങനെ ഈക്വലായിട്ട് മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും നീളത്തിന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് നീക്കി വെച്ചതിന് ശേഷം ബാക്കി വരുന്ന തുണി അങ്ങ് കട്ട് ചെയ്ത് കളയണം. നമുക്ക് നമ്മുടെ ആം ഹോളിൽ 1/2 ഇഞ്ച് കയറ്റി വെട്ടിയതുപോലെ തന്നെ ബ്ലൗസിലും സെയിം ഒന്ന് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അവിടെ ചുളുക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്, കൈക്കുഴിയുടെ കൈ മടക്കിൻ്റെ അവിടെ വന്നിട്ടൊരു വൃത്തികേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ ഞാൻ വീണ്ടും കയ്യിൽ കുറച്ച് തുണിയുടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയും നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും നമ്മൾ പ്ലീറ്റ് ഇടുമ്പോഴത്തേക്ക്. ഇനി നമുക്കതൊന്ന് കൂട്ടി യോജിപ്പിച്ച് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈക്ക് കുറച്ചുകൂടെ നീളം വീതി കിട്ടും. അപ്പോൾ ഞാൻ അത് അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ് ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ ഒരു വീഡിയോയിൽ കട്ടിങ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. വീഡിയോ ഭയങ്കര നീളമായിട്ട് പോകും. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നമുക്ക് കുറച്ച് തുണിയുടെ ആവശ്യം കൂടെ ഉണ്ട്, പട്ടയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട്. അത് അടുത്ത വീഡിയോ കാണിക്കാം. എന്നാൽ പിന്നെ അത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.